യാ റസൂലല്ലാഹ്, മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബ്റഹു ഇദാ ദഖല ഖബ്റഹു. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചുവത്രേ, അല്ലാഹുവിന്റെ റസൂലേ, ഖബറിൽ ആദ്യമായി ഉണ്ടാകുന്ന സംഭവ വികാസമേതാണ്? മാ അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബ്റഹു. ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ ഖബറിൽ ആദ്യമായി അവൻ അഭിമുഖീകരിക്കുന്ന വസ്തു എന്താണ്? ആദ്യമായി കാണുന്നതായ കാര്യമേതാണ്? ഏതാണ്? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവത്രേ, ഇബ്നു മസ്ഊദ്, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, നീയല്ലാതെ ഇന്ന് വരെ ഒരാളും എന്നോട് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. ഇബ്നു മസ്ഊദേ, ആദ്യമായി ചോദിക്കുന്നത് നീയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഈ ഒരു ചോദ്യം എന്നോട് ചോദിക്കുന്നത് നീയാണ്. ഖബറിൽ എന്താണ് മനുഷ്യൻ ആദ്യമായി അഭിമുഖീകരിക്കുന്നത്? ഈ ഒരു ചോദ്യം നല്ല ചോദ്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദേ, ആദ്യമായിട്ട് നീയാണ് ഇത് ചോദിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, എന്താണത്? നാളെ നമ്മളൊക്കെ അഭിമുഖീകരിക്കേണ്ട വിഷയമാണ്. ഞാനൊരു നിസ്കാരത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങൾക്കത് അമൽ ചെയ്യണമെങ്കിൽ സുബഹി വരെ കാത്തിരിക്കേണ്ടി വരും. ഞാനൊരു ഹജ്ജിന്റെ മസല പറഞ്ഞാൽ അടുത്ത സീസണിലെ അത് നിങ്ങൾക്ക് അമൽ ചെയ്യാൻ പറ്റുമോ? ഒരു സക്കാത്തിന്റെ മസല പറഞ്ഞാൽ നിങ്ങളുടെ തോത് ഒരു വർഷത്തേക്ക് അതിന്റെ നിസാബ് തുക എത്തിച്ചെങ്കിലേ നിങ്ങൾക്കതിന്റെ മസല ഉപകരിക്കൂ. എന്നാൽ ഈ ഖബറിന്റെ വിഷയം പറയുന്നത് അടുത്ത സെക്കൻഡിൽ ഉപകരിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മൾ ഈ മജ്ലിസിൽ നിന്ന് മരണപ്പെട്ടു വീണാൽ നമ്മളെ കൊണ്ടുപോയി പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്താൽ നമ്മൾ ആദ്യമായി കാണുന്ന സംഭവം ഇതാണ്, സയ്യിദുനാ റസൂലുള്ളാഹി. അവിടെയാണ് ഈ സദസ്സിന്റെ പ്രസക്തി. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, أول ما يلقى الميت إذا دخل قبره ملك اسمه റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിലേക്ക് വെച്ചാൽ ആദ്യമായി അവൻ ഖബറിൽ കണ്ടുമുട്ടുന്നതായ ഒരു മലക്കുണ്ട്. ആ മലക്കിന്റെ പേര് റൗമാൻ എന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദ്യമായി ഖബറിൽ ഒരു മലക്കിനെ കണ്ടുമുട്ടും. മലക്കിന്റെ പേരാണ് റൗമാൻ. സയ്യിദുനാ റസൂലുള്ളാഹി ഫയഖൂലു, ആ മലക്കുടനെ അവനോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് വയാ അമത്തല്ലാഹ്. അല്ലാഹുവിന്റെ അടിമേ എഴുന്നേൽക്കണേ. ഉക്തുബ് അമലക, നിന്റെ അമലുകൾ മുഴുവനും നീ രേഖപ്പെടുത്തണേ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മുട്ടുംതലയിലുള്ള ഓരോ സഹോദര സഹോദരിമാരും ചിന്തിക്കേണ്ട വചനമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആദ്യമായി ഖബർ തുറന്നുകൊണ്ട് നിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ മലക്ക് ഇസ്മുഹു റൗമാൻ. റൗമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുമത്രേ, യാ അബ്ദല്ലാഹ് ഉക്തുബ് അമലക, അല്ലാഹുവിന്റെ ദാസാ നീ നിന്റെ അമലുകൾ മുഴുവനും രേഖപ്പെടുത്തണേ. ഫയഖൂൽ, ഉടനെ ഖബറിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്ന ഈ മനുഷ്യന് പറയുമത്രേ, മാ മഈ ദവാതുൻ വലാ ഖിറതാസുൻ.
എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല, വലാ ദവാതുൻ വലാ ഖിർതാസുൻ വലാ കലം. പേനയില്ലാത്ത, മഷിയില്ലാത്ത, കഫൻ പുട പോലുമില്ലാത്ത, അഥവാ ഒരു പേപ്പർ പോലുമില്ലാത്ത ഞാൻ ഏത് നിലയ്ക്കാണ് രേഖപ്പെടുത്തുക? ഉടനെ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്ക് മുഖേന പറയുകയാണ്, കഫനുക ഖിർതാസുക വമിദാദുക റീഖുക വയസ്ബഉക ഖലമുക. നിന്റെ കഫൻ പുടവയാണ് നിനക്കുള്ളതാകുന്ന കടലാസ്. കഫനുക ഖിർതാസുക, നിനക്കുള്ള കടലാസ് നിന്റെ കഫൻ പുടവയാണ്, കഫൻ പുടവയാണ്. വമിദാദുക റീഖുക, നിന്റെ വായിലുള്ള ഉമിനീരാണ് നിനക്കുള്ള മഷി എന്ന് നീ അറിയണേ. വയസ്ബഉക ഖലമുക, അനങ്ങാതെ നിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന നിന്റെ കൈവിരലുകൾക്ക് ഇതാ ഞാനിതാ ആയുസ് നൽകുകയാണ്, റൂഹുദപ്പെട്ടിരിക്കുകയാണ്. ആ വിരലുകൾക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. ആ വിരലുകളാണ് നിനക്കുള്ള പേന, നിന്റെ വിരലാകുന്ന പേന. നിന്റെ വായിൽ കിടക്കുന്ന ഉമിനീര് മഷിയാക്കിക്കൊണ്ട് നിന്റെ കഫം പുടവയാകുന്ന പേപ്പറിലേക്ക് നിന്റെ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തണേ എന്ന് അവനോട് മലക്കാകുന്ന റഹ്മാൻ പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. ഉടനെ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ചിന്തിക്കുകയാണ്, നാം ഓരോരുത്തരും ചിന്തിക്കുമത്രേ, എന്താണ് അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ ചെയ്ത അമല്? ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ അവന്റെ ചെറുകാലഘട്ടം മുതൽ ചെയ്തതായ എല്ലാ നന്മ തിന്മകളും അവന് പ്രായപൂർത്തിയെത്തിയ തലം മുതൽ അവന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള സകല നന്മ തിന്മകളും അവന് കഫംപുടയിലേക്ക് രേഖപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ചെറുപ്പക്കാരാകുന്ന ആളുകൾ ചിന്തിക്കുകയാണ്, അവന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ കൗമാര പ്രായത്തിൽ അവന് ചെയ്തതാകുന്ന നീച പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അവൻ വാട്സാപ്പിലൂടെ മോശമാകുന്ന കമന്റുകൾ രേഖപ്പെടുത്തിയത്, ഫേസ്ബുക്കിൽ മോശപ്പെട്ട കമന്റുകൾ ഇട്ടത്, അനാവശ്യ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് നാട്ടുകാരെ, കൂട്ടുകാരെ, സമൂഹത്തിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, സജ്ജനങ്ങളെ, സാത്വികരാകുന്ന ഔലിയാക്കളെ കുറിച്ച് മോശമായ രീതിയിൽ കമന്റ് ഇട്ടത് എല്ലാം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. നാട്ടിലുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടത്, അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടത്, സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നിലകൊണ്ടത് എല്ലാം അവൻ റെക്കോർഡായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഫയക്തുബു ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ചെയ്തതാകുന്ന നന്മ തിന്മകൾ പോലെ എല്ലാ തെറ്റുകുറ്റങ്ങളും അവനിരുന്നു കൊണ്ട് രേഖപ്പെടുത്തുവേ കഫം പുടവയിലേക്കെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം രേഖപ്പെടുത്തും. കഫം പുടവയിലേക്കാണ് മുഴുവൻ രേഖപ്പെടുത്താൻ. തികയത്തില്ലല്ലോ ഉസ്താദേ. 2-3 പേപ്പർ എഴുതുമ്പോഴത്തേക്കും തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ, ചെയ്തിട്ടുള്ളതാകുന്ന കാര്യങ്ങൾ. പ്രായപൂർത്തിയെത്തിയ തലം മുതലുള്ളതാകുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളും ആ കഫം പുടവയിൽ 3 കഫം പുടവയിൽ പൂർത്തിയാക്കി എഴുതും സയ്യിദുനാ റസൂലുള്ളാഹി. ആ രീതിയിൽ അതിനെ വിശാലമാക്കും. എഴുതി 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 വെക്കും, മൊത്തം എഴുതും. ഒക്കെ അവനെ കൊണ്ട് എഴുതിക്കാണ്. എല്ലാ നന്മകളും എഴുതണം, തിന്മകളും എഴുതണം. നാം ഓരോരുത്തരും നമ്മൾ ഖബറിൽ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ സംഗതിയാണിത്. സയ്യിദുനാ റസൂലുള്ളാഹി ഏതൊക്കെ നന്മകളാണ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ തിന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, ഒന്ന് ചിന്തിക്കാൻ. അല്ലാഹു നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇല്ലെങ്കിൽ വളരെയേറെ കൈകടിക്കേണ്ടി വരും. തിന്മകൾ അധികരിച്ചാൽ എവിടെയാണ്? ഈ നന്മ തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തിയതാകുന്ന കഫൻ പുടവ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും ചുരുട്ടിയിട്ട് അതാണ് അവന്റെ പിരടിയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അതുമായിട്ടാണ് നാളെ മഹ്ശറയിലേക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ നഗ്നപാതകനായി, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രനായി ഓരോ സഹോദര സഹോദരിമാരും ഈ ഖബറിൽ വെച്ചുകൊണ്ട് എഴുതിയതാകുന്ന കഫൻ പുടവ അവന്റെ ചുമരിൽ അള്ളാഹു ചുരുട്ടി വെച്ചു കൊടുത്തിരിക്കുന്നു. അതുമായിട്ടാണ് മഹ്ശറയിലേക്ക് വരിക. വിശുദ്ധ ഖുർആൻ അതുമായിട്ടാണ് വരിക. ഈ എഴുതിയിട്ടുള്ള എല്ലാ നന്മ തിന്മകളും പരിശുദ്ധ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ മൂന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോഴേക്ക് ഖബറിൽ നിന്ന് ജനങ്ങൾ മഹ്ശറയിലേക്ക് തെളിക്കപ്പെടുകയാണ്. ജനങ്ങൾ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. ആരാണടാ ഞങ്ങൾ ഉണക്കിൽ നിന്ന് ഉണർത്തിയത് എന്ന നിലയ്ക്ക് ജനങ്ങളിതാ മഹ്ശറയിലേക്ക് കടന്നു വരുകയാണ്. യഹ്ശുറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ ശരീരത്തിൽ നൂലില പോലും വസ്ത്രമില്ലാത്ത വിവസ്ത്രരായിട്ടായിരിക്കും മഹ്ശറയിലേക്ക് ജനങ്ങളെ തെളിക്കപ്പെടുക. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, പാദരഹിതരായിട്ടാണ്, ചെരുപ്പില്ലാതെയായിട്ടാണ് മഹ്ശറയിലേക്ക് ജനങ്ങൾ കടന്നു വരുക. നഗ്നപാതകരായി, ശരീരത്തിൽ നൂലിന പോലും വസ്ത്രമില്ലാത്തവരായി മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോ വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവന് ചെയ്തതാകുന്ന സകല നന്മ തിന്മകളും കഫൻ പുടവയിലേക്ക് ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്ന സർവകാര്യങ്ങളും അള്ളാഹു അവന്റെ കഫൻ പുടവയാക്കി അവന്റെ ചുമരിൽ വെച്ച് വെച്ചിരിക്കുകയാണ്. അതുമായിട്ട് നാളെ മഹ്ശറയിലേക്ക് കടന്നു വരുമത്രേ. അതാണ് അവന് കിതാബായി നൽകപ്പെടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നമസ്കരിച്ചവൻ, ഈ ദുനിയാവിൽ നോമ്പ് പിടിച്ചവൻ, ഈ ദുനിയാവിൽ സക്കാത്ത് കൊടുത്തിട്ടുള്ളവൻ, ഈ ദുനിയാവിൽ പാപങ്ങളുടെ കണ്ണീരൊപ്പിയവൻ, ഈ ദുനിയാവിൽ നിരാലംബർക്ക് അവലംബമായവൻ, ഈ ദുനിയാവിൽ നിരാശരർക്ക് ആശ്രയത്വം കൊടുത്തവൻ, ഈ ദുനിയാവിൽ ഒരുപാട് പട്ടിണി പാവങ്ങൾക്ക് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർക്കത്തക്ക വിധത്തിൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ അധികരിക്കപ്പെട്ട നിലയ്ക്ക് അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂൽ ഹാഉം ഖറഊ കിതാബിയാ ഇന്നി ളനതു അന്നി മുലാഖിൻ ഹിസാബിയാ ഫഹുവ ഫീ عيشة راضية في جنة
ആലിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നന്മ ചെയ്തതാകുന്ന ആളുകൾ അവരുടെ വലത് കൈയിലേക്ക് ഏട് നൽകപ്പെടുകയാണ്. അവരുടനെ തന്നെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുമത്രേ, യാ ലൈതനി, യാ അല്ലാഹുവേ പടച്ചറബേ, ഹാ ഉഖറഉ കിതാബിയ, ഓടി വരണേ നിങ്ങൾ എൻ്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ കൂട്ടുകാരെ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് സന്തോഷം പങ്കിടുന്ന വേളയാണ്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയാ, ഞാൻ വിചാരിച്ചു വലിയതാകുന്ന വിചാരണയ്ക്ക് ഞാൻ പാത്രീഭൂതനാകുമെന്ന് വിചാരിച്ചവനാണ്. വലിയ വിചാരണ നേരിടേണ്ടി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചവനായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹം ചെറുതല്ല, ചെറുതല്ല. എനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് കൂട്ടുകാരെ. അതുകൊണ്ട് കടന്നു വരൂ. ഇഖ്റഊ കിതാബിയാ, ഇഖ്റഊ കിതാബിയാ, എന്റെ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ, വായിച്ചു നോക്കണേ. ഞാൻ നിസ്കരിച്ചത്, ഞാൻ നോമ്പ് പിടിച്ചത്, ഞാൻ സക്കാത്ത് കൊടുത്തത്, ഞാൻ ഹജ്ജ് ചെയ്തത്, ഞാൻ ഈ ദുനിയാവാകുന്ന കുറഞ്ഞ കാലഘട്ടത്തിൽ ഏതെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ ആ നന്മകളെല്ലാം രേഖപ്പെടുത്തിയതാകുന്ന ഗ്രന്ഥമാ ഇഖ്റഊ കിതാബിയാ. എന്റെ ഈ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, ഓടിവാ ഓടിവാ എന്ന് പറഞ്ഞവൻ സന്തോഷിക്കും, അവൻ ആനന്ദിക്കും. കാരണം അവന് വലത് കൈയിൽ കിതാബ് നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ ദുനിയാവിൽ സുകൃതം ചെയ്തവനാണ്. അല്ലാഹു ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹു ഞങ്ങളെ നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ്. മറ്റൊരു വിഭാഗം ഇടത് കൈയിലേക്ക് കിതാബ് രേഖപ്പെടുത്താം. ഇതേതാണ് ഈ കിതാബ്? കഫം പുടവയിലേക്ക് നന്മത്തിന്മകളെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ ഇവൻ തന്നെ റെഡിയാക്കി വെച്ചിരിക്കാൻ. അത് വേർതിരിച്ചിട്ട് മലക്കുകൾ കൊടുത്താൽ മതി. അതാണ് ഖുർആൻ പറഞ്ഞത്, വകുല്ലു ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉലുഖിഹി, അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് നാം കെട്ടിയിരിക്കുന്നതായ അവന്റെ ഗ്രന്ഥത്തെ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് തുറന്നു കാണിക്കുകയാണ്. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. അവന്റെ ഇടത് കൈയിലേക്ക് നൽകപ്പെട്ട ഗ്രന്ഥമായി അവന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് അവന്റെ പിൻഭാഗത്തൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ട ആളുകൾക്ക്, തിന്മയുടെ ആളുകൾക്ക് കിതാബ് നൽകുക. അവന് നൽകപ്പെടുകയാണ്. അവനോട് പറയുകയാണ്, ഇഖ്റ കിതാബക, നിന്റെ കിതാബൊന്ന് വായിക്കണേ, വായിക്കണേ. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നിന്റെ ശരീരത്തെ വിചാരണ നടത്താൻ ഏറ്റവും നല്ല ദിനമാണിത്. നീ നിന്റെ ഗ്രന്ഥമൊന്ന് വായിക്കണേ എന്ന് അവനോട് പറയപ്പെടുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വായിക്കാൻ കഴിയുമോ? നീചമായ പ്രവർത്തനങ്ങളിലേ ചെയ്തിരിക്കുന്നത്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ. ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ടതായ ആളുകൾ അവർ വിളിച്ചു പറയുമത്രേ, അല്ലാഹുവേ എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ്, യാ ലൈതനി ലം ഊത കിതാബിയാ, എനിക്ക് കിതാബ് വേണ്ട റബ്ബേ, എനിക്ക് കിതാബ് നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാഹ്. എന്തുകൊണ്ടാണ്? വലം അദിരി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാളിയാ
മാ അഗ്നാ അന്നീ മാലിയാ. ഞാൻ എന്റെ ജീവിതം മുഴുവനും അടിച്ചു പൊളിച്ചവനാണ്, ദുനിയാവിൽ സമ്പത്ത് മുഴുവനും ധൂർത്തടിച്ചവനാണ്, ദുർവ്യയം ചെയ്തവനാണ്. മോശപ്പെട്ട ഫിലിമുകൾ കണ്ടുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചവനാണ്. നാട്ടുകാരെ കൊണ്ട് അനാവശ്യമായ കമന്റുകൾ രേഖപ്പെടുത്തക്ക വിധത്തിൽ എന്റെ സമ്പത്ത് ഞാൻ ധൂർത്തടിച്ചവനാണ്. കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ ധൂർത്തടിച്ചവനാണ്. എത്രയോ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചവനാണ്. അല്ലാഹ് പുതിയാപ്പള കടന്നു വരുന്ന രീതിയിൽ എത്ര മോശമാകുന്ന രീതിയിലുള്ള നാട്ടുകാരെ മുഴുവനും പറയിപ്പിക്ക വിധത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തവനാണ്. അല്ലാഹ് ഹലകന്നി സുൽത്താനിയാ. ഇന്ന് എന്റെ അധികാരം മുഴുവനും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന റബ്ബേ, മാ അഗ്നാ അന്നീ മാലിയാ. എന്റെ സമ്പത്ത് എനിക്ക് ഐശ്വര്യമാക്കുന്നില്ല അല്ലാഹ്. ദുനിയാവിൽ ഞാൻ സമ്പത്ത് കൊണ്ട് ആളുകൾക്ക് വില പറഞ്ഞവനാണ്. ദുനിയാവിൽ ഞാൻ ഒരുപാട് മോശമായ രീതിയിൽ എന്റെ സമ്പത്ത് ദൂർത്തടിച്ച് ചെലവഴിച്ചവനാണ്. എന്റെ നാട്ടുകാർക്ക് പേരുദോഷം വരത്തക്ക വിധത്തിൽ വരെ മോശമായ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയവനാണ്. താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവനാണ് അല്ലാഹ്. മോശമായ രീതിയിൽ കല്യാണത്തിന്റെ പേക്കൂത്തുകൾ ഞാൻ കാണിച്ചുകൊണ്ട് നടന്നവനാണ് അല്ലാഹ്. ഹലകന്നി സുൽത്താനിയാ. ഇന്ന് എന്റെ അധികാരം മുഴുവനും പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി റബ്ബേ. എല്ലാം ഇല്ലാതായി പോയ അല്ലാഹ്, എനിക്കെന്റെ ഹിസാബൊന്ന് കഴിഞ്ഞു കടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ്. എനിക്ക് ഈ കിതാബ് വേണ്ട, എനിക്ക് ഈ കിതാബ് വേണ്ട. ഇടത് കൈയിലേക്ക് കിതാബ് നൽകപ്പെട്ടവൻ അവന്റെ ഏടുകൾ വായിച്ചു നോക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങൾ വ്യക്തമായി കാണുകയാണ്. അവൻ കള്ളു കുടിച്ചത് കാണുകയാണ്, അവൻ വിചരിച്ചത് കാണുകയാണ്, അവന് സിനിമ കണ്ടത് കാണുകയാണ്, അവന് സീരിയൽ ദർശിച്ചത് കാണുകയാണ്. മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത് കാണുകയാണ്. തന്റെ കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മോശമായ രീതിയിൽ സമ്പത്ത് ചെലവഴിച്ചത് കാണുകയാണ്. അന്യ പെണ്ണുമായി സംസാരിച്ചുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയത്, സൊറ പറഞ്ഞുകൊണ്ട് കായലിലും കരണിയും ഒക്കെ സമയങ്ങൾ ചെലവഴിച്ചതെല്ലാം അവൻ നേർക്ക് നേരെ കാണുകയാണ്, അവന്റെ ഗ്രന്ഥത്തിലൂടെ വായിക്കുകയാണ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുന്നു, മാ അഗ്നാ അന്നീ മാലിയാ. സമ്പത്ത് കൊടുത്തുകൊണ്ട് നേടാൻ ഈ ആഖിറം എനിക്ക് സാധ്യമല്ലല്ലോ റബ്ബേ. നിന്നെ വിലക്കെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ അല്ലാഹ്. ദുനിയാവ് വിലക്കെടുത്തവനാണ്, ഈ ആഖിറം വിലക്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ റബ്ബേ. അവനവന്റെ ഏട് വായിച്ചുകൊണ്ട് ഖേദിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഏതാണ് ഈ ഏട്? ഇത് ഖബറിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാകുന്ന കാര്യമാണ്. നന്മ തിന്മകൾ അവിടെ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്, ദുനിയാവിൽ വെച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതാണ്. ആലമുൽ ബർസഖാകുന്ന ഖബർ എന്ന ലോകത്ത് വെച്ചുകൊണ്ട് അവൻ രേഖപ്പെടുത്തിയതാണ്. ദുനിയാവിൽ ചെയ്ത എല്ലാ നീച പ്രവർത്തനങ്ങളും ഉണ്ട്, എല്ലാ നീച പ്രവർത്തനങ്ങളും ഉണ്ട്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. നീചമായ പ്രവർത്തനങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. തെറ്റ് ചെയ്തവൻ നരകത്തിൽ, നന്മ പ്രവർത്തിച്ചവനെ സ്വർഗത്തിലുള്ളൂ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അല്ലാഹു ഈ ദുനിയാവിൽ നൽകിയിരിക്കുന്നത്. കുറഞ്ഞ കാലഘട്ടം, വളരെ ചുരുങ്ങിയ കാലഘട്ടം മാത്രമാണല്ലോ. നല്ലത് ചെയ്യൽ, നല്ലത് ചെയ്യൽ. അതിനുള്ള അവസരങ്ങൾ ഇതാ നിന്റെ മുന്നിലുണ്ട്. ഇനി കുറഞ്ഞ ആയുസേ ഉള്ളൂ. 30, 40, 50, 60, 70 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മരണത്തിലേക്കുള്ള ദൂരം എത്രയാണ്? വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ്. നിന്റെ അടുക്കൽ എല്ലാ ദിവസവും വന്നുകൊണ്ട് നിന്നോട് പറയുന്നത് പോലെ നീ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ആ ഖബർ നിന്നോട് സംസാരിക്കുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്. നീ കേൾക്കുന്നില്ല, കേൾക്കാനുള്ള കാത് നിനക്ക് അല്ലാഹു നൽകിയിട്ടില്ല. നീ പലതും അറിയുന്നില്ല. ഇവിടെ മരിച്ചിട്ടും മരണപ്പെട്ടിട്ട് നിന്റെ വാപ്പയും ഉമ്മയും ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ ജനാസ വിളിച്ചു പറയുന്നുണ്ട്,
മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് എങ്കിൽ എന്നെ ഒന്ന് പിന്തിക്കണേ എന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നില്ല, ചുമക്കുന്നു നമ്മൾ. കാരണം ഖബറിലെ ശിക്ഷകളും നരകീയ ശിക്ഷകളും ഒക്കെ വ്യക്തമായി ബോധ്യമുള്ളവർ വിളിച്ചു പറയുന്നുണ്ട് കൊണ്ടുപോകുന്നവരോട്, എന്നെ ഒന്ന് പിന്തിക്കണേ, അഖ്റൂനി അഖ്റൂനി, എന്നെ ഒന്ന് പിന്തിക്കണേ എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി പറയുന്നു, ഈ ചുമക്കുന്ന ഒരൊറ്റ ഒരാളും അത് കേൾക്കുന്നില്ല. വലൗ സമിഅൽ ഇൻസാനു ലസഇഖ, മനുഷ്യരെങ്ങാനും അത് കേട്ടിരുന്നെങ്കിൽ അവർ ബോധം പോയേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ അറിയുന്നില്ല. വാപ്പയും ഉമ്മയും സാലിഹീങ്ങളാകുന്ന വ്യക്തികൾ അവർ വിളിച്ചു പറയുന്നുണ്ട്, മക്കളെ എന്നെ വേഗം കൊണ്ടുപോയിക്കോ. കാരണം ഖബറിലുള്ളതാകുന്ന ആസ്വാദനങ്ങൾ ജീവിതത്തിൽ അവർ നിസ്കരിച്ചതുകൊണ്ടും നോമ്പ് പിടിച്ചതുകൊണ്ടും സക്കാത്ത് കൊടുത്തതുകൊണ്ടും ഹജ്ജ് ചെയ്തുകൊണ്ടും മഹാന്മാരെ ആദരിച്ചതുകൊണ്ടും ഔലിയാക്കളെ സ്നേഹിച്ചതുകൊണ്ടും ദീനനുസരിച്ചുകൊണ്ട് ജീവിതം നയിച്ചതുകൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംവിധാനിക്കുന്ന മനോഹരമാകുന്ന ഖബറിന്റെ ജീവിതത്തിലുള്ള ആസ്വാദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ ജനാസകൾ നമ്മളോട് പറയുന്നുണ്ട്, ഖദ്ദിമോനി, എന്നെ ഒന്ന് വേഗം കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള കാത് നമുക്കില്ലാതെ പോയി. നബിതങ്ങൾ പറഞ്ഞു, അത് കേട്ടിരുന്നെങ്കിൽ മനുഷ്യർ ബോധം കെട്ട് വീണേനെ സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം മയ്യത്ത് കട്ടിൽ നമ്മളോട് വിളിച്ചു പറയാൻ, മരിച്ച ആളുകൾ വിളിച്ചു പറയാൻ നബിതങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരുപാട് കാണാനും കേൾക്കാനും കിടക്കുന്നു. പക്ഷെ ഇതൊക്കെ നേരിട്ട് കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് മരണത്തോടുകൂടി എത്തിപ്പെടുമെന്നാണ്. മരണത്തോടുകൂടി നമ്മുടെ കാതിന്, നമ്മുടെ കണ്ണിനൊക്കെ മൂർച്ച കൂടും. കാഴ്ചക്ക് അതിരുകളില്ല, നല്ല കാഴ്ച കൂടും. കേൾവിക്ക് അതിരില്ല, നല്ലതുപോലെ കേൾവി കൂടും. അതുകൊണ്ടാണല്ലോ മരണപ്പെട്ടവരുടെ അടുക്കൽ വന്നുകൊണ്ട് നിങ്ങൾ അസ്സലാമു അലൈക്കും പറയുന്നത് മാത്രമല്ല, നിന്റെ ചെരുപ്പിൻ്റെതാകുന്ന വാറിന്റെ ശബ്ദം വരെ അവർ കേൾക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. മരണപ്പെട്ടവന്റെ അടുത്തൂടെ നടക്കുന്ന നടത്തത്തിന്റെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം വരെ കേൾക്കും. ഓരോ ചവിട്ടടി ഇന്ന ആളാണ് എന്ന് മനസ്സിലാക്കും. മകൻ വന്നിട്ടുണ്ട്, കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, സഹോദരൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും ഖബറാളി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച ദിവസം വാപ്പയുടെയും ഉമ്മയുടെയും ഖബറിങ്കൽ പോയി നമ്മൾ അസ്സലാമു അലൈക്കും പറയണം, സിയാറത്ത് ചെയ്യണം. ജുമാ കഴിഞ്ഞിട്ട് ചാടി ഇറങ്ങി ഓടുന്നതിലല്ല കാര്യം. വെള്ളിയാഴ്ച ദിവസം വന്നുകൊണ്ട് വാപ്പയുടെ ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് സിയാറത്ത് ചെയ്യണം. വലിയ പുണ്യമാണ്, അവരുടെ പൊരുത്തം ലഭിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബർ അവനോട് പറയുമത്രേ, അന ബൈത്തുത്തൂത് വഅന ബൈത്തുൽ വഹ്ശാ വഅന ബൈത്തുൽ ഗർബാ മാ ഗറക ബി യബ്ന ആദം. ആദമിന്റെ പൊന്നുമോനെ, എന്നെ കൊണ്ട് വഞ്ചിതനായത് എന്തുകൊണ്ടാണ്? നീ എന്തേ എന്നെ കുറിച്ച് നീ ചിന്തിക്കാതെ പോകുന്നത്? എന്നെ കുറിച്ച് ചിന്തിക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചുകൊണ്ട് ജീവിക്കുവായിരുന്നല്ലോ, നമസ്കരിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നല്ലോ. പ്രവാസ ലോകത്ത് നീ വർഷങ്ങളോളം കഴിയുമ്പോഴും നീ എന്തേ മരിക്കുമെന്നുള്ള ബോധമില്ലാതെ പോയത്? നിന്റെ വാപ്പയുടെ ജനാസ നീ കൊണ്ടുവന്ന് പള്ളിക്കാട്ടിലേക്ക് കടക്കുമ്പോഴും നീ എന്തേ എന്നെ കുറിച്ച് ചിന്തിക്കാതെ പോയത്? ഖബറിലേക്ക് പോയി കടക്കുമ്പോ ആ ഖബർ നിന്നോട് സംസാരിക്കുന്ന ഭാഷയാണിതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, മാ ഗറക ബി മാ ഗറക ബി, എന്തേ എന്നെ കുറിച്ച് നീ വഞ്ചിതനായി പോയത്? അന ബൈത്തുത്തൂത്, ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, പുഴുക്കളുടെ ഗേഹമാണ്, ഗേഹമാണ്. വഅന ബൈത്തുൽ ഗർബാ വഅന ബൈത്തുൽ വഹ്ശാ,
ഒറ്റപ്പെടലിന്റെ ഗേഹമാണ്, ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ട വീടാണ്. ഞാൻ ഇരുളിന്റെ ഭവനമാണ്, ഇരുട്ടിന്റെ തടവറയാണ്. എന്നെ കുറിച്ച് ചിന്തിക്കാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചതാണോ? അമാ ഖറക ബി, എന്നെ കുറിച്ച് നീ വഞ്ചിതനായി പോയത് എന്തുകൊണ്ടാണ്? എന്നെ ശ്രദ്ധിക്കാതെ പോയത് എന്താണ്? എന്താ ശ്രദ്ധിക്കാതെ പോയത്? ഖബറാകുന്ന എന്നെ കുറിച്ച് നീ ചിന്തിക്കാതെ പോയതെന്താ? നീ വഞ്ചിതനായി പോയല്ലോ. ഈ ദുനിയാവിൽ നീ അടിച്ചു പിടിച്ച് നടക്കുകയായിരുന്നല്ലോ. ഈ ഖബറാകുന്ന എന്നെ കുറിച്ച് നീ ചിന്തിക്കാതിരുന്നത് എന്താ? ഞാൻ പുഴുക്കളുടെ ഭവനമാണ്, ഞാൻ ഇരുട്ടിന്റെ തടവറയാണ് എന്ന് പറഞ്ഞവനെ വരവേൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖബർ നമ്മളോട് സംസാരിക്കും. ഖബറിൽ നടക്കുന്ന രണ്ടാമത്തെ പ്രതിഭാസമാണ് ഖബർ നമ്മളോട് സംസാരിക്കും. മനസ്സിലാക്കണം നമ്മൾ. എന്തായിരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ദുനിയാവാകുന്ന ലോകത്ത് എത്ര ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് നോക്കിയൊന്നു. നമ്മൾ വരുന്ന വഴിയിൽ ഓരോ ഉടുവഴികളിലും ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? എത്ര ലൈറ്റുകളാണ് വെച്ചിരിക്കുന്നത്. എന്തിനാണ്? ഒരു ഇഴജന്തുക്കൾ വന്നുപോലും നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ. വളരെ സൗകര്യപ്രദമായ ഇതിലേക്ക് നമുക്ക് വഴിതെളിച്ച് മഖാമിലേക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം. രാത്രിയിൽ എത്ര വൈകിയാണെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം. ഒരു ലൈറ്റ് പോലും കെടുന്നില്ല. എവിടെയെങ്കിലും കെട്ടാൻ സംഘാടകർ അറിയിച്ചാൽ മതി, അപ്പൊ തന്നെ ആളവിടെ വന്ന് കറക്റ്റായിട്ട് ആ ട്യൂബ് ഫിറ്റ് ചെയ്യും. എല്ലാം റെഡിയാക്കി തരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു ലൈറ്റ് എവിടെയെങ്കിലും പോയാൽ നമ്മൾ ഉടനെ തന്നെ അത് ശരിയാക്കുന്നു. പക്ഷെ ഖബറാകുന്ന ഇരുട്ടിന് വേണ്ടി നമ്മൾ എന്ത് തയ്യാറെടുത്തിട്ടുണ്ട്? അവിടെ വേണ്ടി എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? അത് ചിന്തിക്കാത്തത് എന്താ? നമ്മളൊന്ന് ഖബറിനെ പ്രതി ഒന്ന് ഓർക്കാത്തത് എന്താ? നമ്മളവിടെ പോകുമെന്നുള്ള ചിന്തയില്ലാതായി പോയത് എന്തുകൊണ്ടാ? അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്തു പറ്റിപ്പോയി നമുക്ക്? എല്ലാവരും ബക്കറ്റ് വരുമെന്ന് കരിശമാക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ. വേണ്ടേ ബർക്കത്ത്? ആമീൻ പറയ്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആഫിയത്ത് അള്ളാഹു നമുക്ക് ഇവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.